ഈ ഓണം എന്ന് പറയുന്നത് ചില കൂട്ടർ പറയുന്നു അത് ആഘോഷിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വാദമുണ്ടോ? ഓണം കേരളീയർക്കുള്ളതല്ലേ, അപ്പൊ എല്ലാവർക്കും ആഘോഷിക്കാം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ ആഘോഷിക്കാം, നമ്മൾ ആഘോഷിക്കാം. നമ്മളെ വീട്ടിൽ സദ്യ ഉണ്ടാക്കും, സാരി എടുക്കും, ഫോട്ടോ എടുക്കും, നമ്മൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ ചിന്താഗതിയാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ ചിന്താഗതി, അതിൽ വിശ്വസിക്കട്ടെ, അതിൽ ജീവിക്കട്ടെ. ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ് എന്നാ മനസ്സിലായില്ല? ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? എല്ലാവരുടെയും ആഘോഷമാണ്, കേരളീയരുടെ ആഘോഷം, മലയാളികളുടെ ആഘോഷമാണ്, അല്ലാതെ ഹിന്ദുക്കളുടെ ആഘോഷമല്ല. ഇല്ല, അങ്ങനത്തെ വാദം പറയുന്നവരുടെ എതിർപ്പാണ്. എതിർക്കാനില്ല, ഒന്നിനില്ല, അത് അവരിഷ്ടം. നമ്മൾ സ്നേഹത്തോട് മാവേലി വാന്നിടുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, അത്രയും ഒരു സത്യവും നീതിയൊക്കെ പുലർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹമാണ്. പക്ഷെ ഇന്നത് മാറി മതത്തിന്റെ പേരിൽ തർക്കിക്കുന്നൊരു കാലഘട്ടം വരെ എത്തി. എന്തുകൊണ്ടു? പ്രത്യേകിച്ച് എന്ത് തോന്നാൻ, അവരിപ്പോഴും പഴയ 90s-ലാണ്, 2025 ആയി, ഇപ്പോഴേ എണീച്ചിട്ടില്ല, ഉറങ്ങണേണ്. അതന്നെ, ഉറങ്ങണവര് ഉറങ്ങട്ടെ, ഉറങ്ങാത്തവര് എണീച്ചിരിക്കട്ടെ. ഓണാഘോഷം എന്ന് പറയണത് അത് ഒരു മതസ്ഥർക്ക് മാത്രം ഉള്ളതാണോ? ഇപ്പൊ അങ്ങനെ ഒരു വാദമുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇത് ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ. അവരവരുടെ സൗകര്യം വേണ്ടത് അവർ തീരുമാനിക്കട്ടെ. അത് ഹിന്ദുക്കളെ ആഘോഷമല്ല, എന്തായാലും അതൊരു സാർവജനികമായിട്ടുള്ള ഒരു ആഘോഷമാണ്, ഹിന്ദുക്കളുടെ മാത്രമൊന്നുമല്ല. എന്താ ചേട്ടൻ്റെ അഭിപ്രായം ഓണത്തെ കുറിച്ച്? ഓണത്തിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപോലെയുള്ള എല്ലാവരും ഒരുപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ ഓർമ്മ ഏകാക്കാന്നല്ലാതെ അതിപ്പോൾ കിട്ടുന്ന നമുക്ക് പ്രാക്ടിക്കലാക്കാൻ സാധ്യതയില്ല. നല്ലൊരു മാവേലി വാങ്ങിയിരുന്ന നല്ലൊരു കാലഘട്ടം. അതെ, അതായത് കാലഘട്ടം മാറി ഇന്ന് മതം പറയുന്നൊരു കാലഘട്ടമായി. അത് ഓരോരുത്തരുടെ സൗകര്യം, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറച്ചാണെങ്കിൽ വീണ്ടും പഴയതിലേക്ക് വരും. അതൊക്കെ സൈക്കിൾ. ഇതിങ്ങനെ പറയുന്ന ഒരു ടീച്ചറിന്റെ വോയിസ് ക്ലിപ്പ് ലീക്കായിരുന്നു. അല്ല, അത് പലതും ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അഭിപ്രായം പറയാമല്ലോ. നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ധാരാളമുള്ള സ്ഥലമല്ലേ, അഭിപ്രായം പറയാം. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? എല്ലാവരുടെയും ആഘോഷം, മലയാളിയുടെ ആഘോഷം. അതെ. ഈ ഓണം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമാണെന്നൊക്കെ ഒരു അർത്ഥം നടക്കുന്നത്. ഹിന്ദുക്കളുടേതാണോ ഓണം? മറ്റൊരാളും ആഘോഷിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാരല്ല, ഒരു സ്ത്രീ പറഞ്ഞൊരു ശബ്ദം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടോ? ഇത് ഒരു ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണോ? അല്ല 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 അല്ല. പിന്നെ ഓണം ആരുടെ ആഘോഷമാണ്? എല്ലാവർക്കും ആഘോഷിക്കാം, എല്ലാവർക്കും ആഘോഷിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? വെറുതെ ഇങ്ങനെ പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല, എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ, അത്രേ ഉള്ളൂ. ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതൊക്കെ. അത് അവരുടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ പോകേണ്ട ഒരു സമൂഹത്തിലേക്ക് ഭിന്നിപ്പുണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ടോ? അങ്ങനല്ല, പലർക്ക് പല മൈൻഡല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തർ രീതി പറയുന്നത്. പക്ഷെ അങ്ങനൊന്നും ഇല്ല, എല്ലാവർക്കും ആഘോഷിക്കാം. ആഘോഷിക്കാറുണ്ട്, ഉണ്ടാക്കും. എന്താ പൊതുവെയുള്ള അഭിപ്രായം ഓണത്തെ കുറിച്ച്? ഓണം ഭയങ്കര രസമല്ലേ, എല്ലാവരെയും ഒത്തൊരുമിക്കുന്ന സാധനമില്ലേ. ഓണത്തിന്റെ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാവും. ഓണത്തിനോ ഫാമിലിയിലൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഫ്രണ്ട്സിൻ്റെ കൂടെ, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള, പിന്നെ നാട്ടിലെ ഗ്യാങ്ങുമായിട്ടുള്ള കുറച്ച് പരിപാടി. പണ്ട് നമ്മള് മറ്റേ പൂക്കളം പറിക്കാൻ പോയി, മലമുകളിൽ പോയി പൂക്കളം പറിച്ചു കൊണ്ടുവന്നു. അതൊക്കെ പ്ലാസ്റ്റിക് പൂവൊക്കെ അതൊക്കെ അവരുടെ, നമ്മളിപ്പം അത്ര സമയമില്ലല്ലോ നമുക്ക്, അതുകൊണ്ട് നമ്മൾ എളുപ്പപ്പണി നോക്കും. അതിപ്പോ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലത്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ. ചേട്ടാ, ഓണം ആരുടെ ആഘോഷമാണ്? സോറി, ഓണം ആരുടെ ആഘോഷമാണ്? മാവളി പുറത്തു വന്നതാണ് ആഘോഷം. നമ്മുടെ മലയാളികളുടെ ആഘോഷമാണ്. മലയാളിയുടെ ആഘോഷമാണ്. അതെ. ഇത് ഒരു വിഭാഗത്തിന് മാത്രം ആഘോഷമല്ലല്ലോ. ഇല്ല, എല്ലാവർക്കും ഉള്ളത്. ഹിന്ദുക്കളുടെ ആഘോഷമാണ്, നമ്മളിത് ആഘോഷിക്കരുത് എന്ന് വാദം ഉണർത്തുന്ന ആളുകൂടെ എന്താ പറയാനുള്ളത്? ഇത് എല്ലാവർക്കും ഉള്ളതാ. ഇന്ത്യ മൊത്തം ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ പുറത്തുള്ള ആളാണ്. അതെ. എവിടെയാ? തമിഴ്നാട്. ഓണത്തെ കുറിച്ച് എങ്ങനെയാണ് അവിടെ? ഓണത്തെ കുറിച്ച് എല്ലാവർക്കും ഒരു ദിവസം ലീവ് കിട്ടും, അത്രയും. തമിഴ്നാട്ടിൽ ലീവ് ഉണ്ട് ഓണത്തിന്? ഉണ്ട്. നിങ്ങൾ ആഘോഷിക്കും ഓണം? ഇല്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ്, നമ്മുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്, അവരോട് സ്കൂളിലൊക്കെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിൽ അവർ ആഘോഷിക്കുമ്പോൾ നമ്മളും കൂടി ആഘോഷിക്കും. അതൊരു രസകരമായ അനുഭവമാണ്. അതെ. ഓക്കെ, താങ്ക് യു. ഈ ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? മാവേലിയുടെ അല്ലല്ലോ, മലയാളിയുടെ ആഘോഷം. മലയാളികളുടെ അല്ല, ഇത് ഹിന്ദുക്കളുടെ ആഘോഷമല്ലല്ലോ.
മലയാളികളുടെ കേരളം നല്ല ദിവസമാണ്. ഇത് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടരോട് എന്താ പറയാനുള്ളത്? ആഘോഷിക്കാൻ പാടില്ല എന്നാരും പറയലല്ല. അല്ല, പറഞ്ഞൊരു കൂട്ടരുണ്ടെങ്കിൽ എന്താ പറയാനുള്ളത്? ഇല്ല, അവരാരും പറയില്ല, മലയാളികളല്ലേ. എല്ലാം മലയാളികളുടെ ആഘോഷമാണ്. അതൊരു വിശ്വാസത്തിന്റെ അല്ലല്ലോ, സാംസ്കാരിക ആഘോഷമായിട്ടല്ലേ കാണുന്നത്? സാംസ്കാരിക ആഘോഷം അല്ലേ? ഞാൻ ഒരു ഓണത്തിന്റെ ഒരു അനുഭവം പറയാമോ? ഓണത്തിന് അനുഭവം അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കില്ല. എങ്ങനെയാ ഓണാഘോഷം എങ്ങനെയാ? ഓണാഘോഷം ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഫാമിലി എല്ലാവരും കൂടി ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് ഓണക്കളികള്, സദ്യ, അത് തന്നെ. പൂക്കളിടാറുണ്ടോ? ഇടാറുണ്ട്. പിന്നെ ചേട്ടാ, ഈ ഓണം എന്ന് പറയുന്നത് ആരുടെ ആഘോഷമാണ്? നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ ആവശ്യമല്ലേ? അങ്ങനെയല്ല, ഓണം ആഘോഷിക്കുന്നപ്പോ ഒരു കൂട്ടർ വന്ന് പറയണ്ടേ, ഒരു കൂട്ടല്ല, ഒരു സ്ത്രീയുടെ ഒരു ശബ്ദം എന്താ പുറത്തുണ്ടായിരുന്നു, ഇത് നമ്മൾ ആഘോഷിക്കരുതെന്ന്. നമ്മുടെ ആഘോഷമല്ല. ആഘോഷമല്ല അല്ലേ, ഓണം എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഹിന്ദുക്കളുടെ മാത്രമുള്ള ആഘോഷമാണോ അത്? എല്ലാവർക്കും ഉള്ളതാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഉള്ള ഓണമാണ്. മലയാളികളുടെ ഒരു ആഘോഷമായിട്ടാണ്. ഓണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു നല്ല അനുഭവം. ഓണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കും ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരേ ഇത് ഓണത്തിന്, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. പെരുന്നാളിനും എല്ലാവരും ഒന്നിച്ച് തന്നെ ആഘോഷിക്കുന്നത്. എല്ലാം പെരുന്നാളും ഓണവും സെപ്പറേറ്റ് ഒന്നുമല്ല, ഒന്നിച്ച് തന്നെ ആയിക്കോളൂ. നമുക്കൊരു ഇതായിക്കോളൂ, ഒരു ഇത് കിട്ടിയ പോലെ ലീവും, പിന്നെ എല്ലാവരും ഒന്നിച്ച് കാണാം, ഫാമിലി.